നമസ്കാരം. പുലർകാലം പരിപാടിയിലേക്ക് ജീവന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജീവന്റെ വിഷുക്കൈ നീട്ടത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒന്നുകൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വിഷുക്കൈ നീട്ടം കൊടുക്കുകയും ഒപ്പം മുതിർന്നവരെ ഇന്ന് കൈനീട്ടം വാങ്ങിക്കുന്ന ദിവസവുമാണ്. വളരെ മനോഹരമായ ദിവസത്തിൽ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ കേരളത്തിലല്ല, ഇന്ന് ഇന്ത്യയിലുടനീളം, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും മറ്റു രാജ്യങ്ങളിലും ഈ വിഷു ആഘോഷിക്കപ്പെടുകയാണ്. ഒപ്പം ഈ വിഷു ദിവസം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ആഘോഷിക്കാനെത്തിയിരിക്കുകയാണ്. വെരി വെരി ഹാപ്പി വിഷു ഫ്രം മീ രാജ ആൻഡ് താരാക്കില്ല. ഇനി എനിക്ക് തോന്നുന്നു ജീവന്റെ ഒരു വിഷുക്കൈ നീട്ടമായിട്ട് വേണം നിങ്ങളിതിനെ സ്വീകരിക്കാൻ. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങൾക്ക് വിഷുക്കൈ നീട്ടമായി നൽകുന്നു പുലർക്കാലം. മോർണിംഗ് വിഷ്. ഇന്ന് വിഷുവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. കണി കണ്ടുണരുന്നു. എല്ലാ ദിവസവും ഉണരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരുന്നു. നല്ല ചിന്തകൾ മനസ്സിലോടിയെത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ആ ഒരു എനർജിയിലാണ് ഒരു ദിവസം മുഴുവൻ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു നല്ല ചിന്ത വളരെ അത്യാവശ്യമാണ്. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ അത്യാവശ്യകത ഇവിടെയാണ് വരുന്നത്. ഒരു നല്ല ചിന്ത. അതെ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസം നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. കരചരണ കൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ അപരാധം വിഹിതം അവിഹിതം വ സർവമേധ ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. തെറ്റുകൾ ഒരുപാട് നമ്മൾ പല രീതിയിലും ചെയ്യുന്നവരുണ്ടാവും. പല രാജ്യത്തും പല വേഷത്തിലും പല ഭാവത്തിലും. എല്ലാത്തിനോടും ക്ഷമിക്കാൻ ഒരാളേ ഉള്ളൂ, സർവേശ്വരൻ. അദ്ദേഹത്തിനോട് എല്ലാ ക്ഷമയും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറയുന്നതാണ് ഒരു നല്ല സുദിനം നമുക്ക് തരുന്നത്. ഇന്ന് ആ ക്ഷമിച്ചു എന്ന് ദൈവം പറയുന്ന സുദിനമാണ് ഇന്ന് വിഷു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് പിന്നീടാവട്ടെ, ഒരു നല്ല സമയം വരട്ടെ എന്നും കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു കാര്യവും എല്ലാം കൂടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒത്തുവന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് കൃത്യമായി അങ്ങ് ചെയ്തുകൊള്ളുക. സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഒരു സന്ദർഭം നഷ്ടപ്പെട്ടു. കഴിഞ്ഞു പോയ സമയം നമുക്ക് റിവൈൻഡ് ചെയ്യാനും പറ്റത്തില്ല. നേരത്തെ പോയ സമയം നമുക്ക് ഫോർവേഡ് ചെയ്ത് കാണാനും പറ്റത്തില്ല. അന്ന് അതാത് സമയത്ത് ചെയ്യേണ്ടത് അതാത് കൃത്യമായി ചെയ്യുന്നത്. അതിനുവേണ്ടി വേറൊന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നീടൊന്ന് മാറ്റിവെച്ചാൽ നാളെ നീളയാണ്. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും അതാത് സമയത്ത് കൃത്യമായി ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട. നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ ഒരു ഈശ്വരാധീനമുണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങളും അത്ര മനോഹരമായി തന്നെ നടന്നുകൊള്ളും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും, ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും ആ നല്ല കാര്യങ്ങൾക്കുള്ള ഒരു ഫലം തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അപ്പം മാറ്റി വെക്കേണ്ടതില്ല, സമയം സന്ദർഭം ഇങ്ങനെ ആലോചിച്ച് നോക്കേണ്ടതില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി അതാത് സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത. അത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്, സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഗൾഫ് കൾച്ചറിൽ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതിലായിരുന്നാലും ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവണം, ഇർറെസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ്, റിലീജിയൻ ആൻഡ് കാസ്റ്റ്, നോ ബാരിയേഴ്സ്. എന്തായാലും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു വിഷു നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു. വെരി ഹാപ്പി വിഷു. സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം അത് പറഞ്ഞറിയിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ദൈവികമാണ്, അത് പ്രകൃതിയാണ്, അത് ശക്തിയാണ്, അത് ശ്വാസമാണ്, എനിക്കത് നൃത്തമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരൻ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് രാജേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറാണ്. വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പുലർകാലത്തിലേക്ക് ശ്രീവത്സൻ. സ്വാഗതം. വളരെ സന്തോഷം. നമുക്ക് ഇന്ന് വിഷു ദിവസമാണ്. പുലർകാലത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. ഞങ്ങളിതൊരു വിഷുക്കൈ നീട്ടമായിട്ടാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. അതെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഷുക്കൈ നീട്ടമായിട്ട് ശ്രീവത്സന്റെ ഒരു ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. കസ്തൂരി
തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം. കൃഷ്ണാനി ബേഗനെ ബാറൊന്ന് വിളിക്കണ്ട, ഓടിങ്ങി വരും തോന്നുന്നു. ഞാൻ ഭഗവാനെ കണ്ടു അല്ലേ. വാട്ട് എ സ്റ്റാർട്ട് അല്ലേ. വാട്ട് എ റെസൊണൻസ്. വാട്ട് ഈ ഭക്തിയുടെ നിറവെന്നൊക്കെ പറയുന്നത് സാമ്പ്രാണിത്തിരി കൊളുത്തി വെച്ചാൽ മണക്കും, അതുപോലെ തന്നെ ഗായകന്റെ റെസൊണൻസ്. ഭക്തി പരത്തും എന്ന് പറയും. ഇന്നും ആ സംഗീതത്തിനാണ് ഇമ്പോർട്ടൻസ്. അതൊരു സപ്പരിയായി കൊണ്ടു നടക്കാൻ കഴിയുന്നത് എത്ര വലിയൊരു അനുഗ്രഹമാണല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ് ശ്രീവത്സൻ? ഞാൻ കാര്യം നേരത്തെ ഒക്കെ പാട്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു സീരിയസ് അപ്രോച്ച് വന്നത് ശരിക്കും നെയ്യാറ്റിൻകര വാസുദേവൻ സാറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണത്തില് അദ്ദേഹത്തിന്റെ കൂടെയുള്ള യാത്രകളിലാണ് ശരിക്കും. അന്നേ അത് തീരുമാനിച്ചിരുന്നോ ഇതൊരു സീരിയസ് അപ്രോച്ച്? ഇല്ല 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 ഇല്ല. ഞാൻ ഇങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ഇത് എനിക്കൊരു അവയർനെസ് ഉണ്ടായത്. അത് ശരിക്കും ഒരു ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറയാവുന്ന രീതിയിലാണത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെ. ഒരു ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ, കലയെന്ന് മാത്രമല്ല ലോകത്തിൽ എവിടെയെങ്കിലും എവിടെ എത്തിച്ചേരണമെങ്കിൽ ആ ഒരു ഗുരുത്വം അതൊരു നിറഞ്ഞ് കിട്ടിയിരിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീവത്സൻ അല്ലേ. അതൊരു റിയലൈസേഷന് വഴിതെളിച്ചത് ആ ഗുരുവായിട്ടുള്ള ഒരു യാത്രകളാണെന്ന് പറഞ്ഞു. എന്നാലും ഒരു നിമിഷം നമ്മൾ വിചാരിച്ചാണ് ഇത് അത്ര ഒരു സാധാരണ ഒരു അതല്ല, അതെൻ്റെ ജീവിതം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ എനിക്ക് അത്രയും അനിവാര്യമായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഓർമ്മയുണ്ടോ? അതായത് മോർ ദൻ ദാറ്റ് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എടുക്കേണ്ട ഒരു ജേർണിയാണ് എന്നുള്ളൊരു തോന്നലാണ് വന്നത്. അതായത് ഇത് അതാ ഞാൻ പറഞ്ഞത്, അതൊരു വളരെ വളരെ ഗ്രാജുവൽ, എനിക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഈ ഒരു പെർഫെക്ഷൻ്റെ ജേർണിയിൽ ഇങ്ങനെ പോകണം, പെർഫെക്ഷൻ ആണ് നമ്മൾ സംഗീതത്തിൽ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ എനി ആർട്ട് ഫോം, അതിലേക്കുള്ളൊരു യാത്ര തുടങ്ങണം എന്നുള്ളൊരു വളരെ വളരെ റിട്രോസ്പെക്റ്റിൽ മാത്രമേ എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ആ സമയം എനിക്ക് ആലോചിക്കാൻ ഗ്രാജുവൽ പ്രോസസ് ആയതുകൊണ്ട് യു കാൻ പിൻ പോയിന്റ് അല്ലേ. എന്നാലും അത് ഇതിന് വഴി തെളിച്ചതാരായിരിക്കും? തീർച്ചയായിട്ടും നെയ്യാറ്റിൻകര സാറാണ്. അതിൽ ആ സാറിന്റെ അടുത്ത് ഇത് പോയി പഠിക്കണം, ഇത് ആക്കണം എന്ന് പറഞ്ഞ ഒരാളുണ്ടാവുമല്ലോ. അത് ഞാൻ തൃശ്ശൂരായിരുന്നു പാട്ടും സ്കൂളും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സ്വന്തം നാട് അല്ല, പാലക്കാടാണ്. പാലക്കാട്. അപ്പോൾ അവിടെ ടി വി രമണി സാറിൻ്റെ അടുത്ത് കീഴിലാണ് ഞാൻ ആദ്യം, അത് ടി വി ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ബ്രദറായിട്ടുള്ള ടി വി രമണി സാറാണ് പഠിപ്പിച്ചത്. അപ്പോൾ രമണി സാർ, എൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ രമണി സാർ പറഞ്ഞു ഇനി തിരുവനന്തപുരത്ത് പഠിച്ചാൽ മതി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിൻകര സാറിൻ്റെ അടുത്ത് പോയി പഠിക്കണം. അങ്ങനെയാണ് വാസുദേവൻ സാറിൻ്റെ റെഗുലർ ആയിട്ട് ക്ലാസ്സിനൊക്കെ പോരും. റെഗുലർ ആയിട്ട് വെച്ചാൽ ഞാൻ താമസിച്ചിരുന്ന ഭാഗ്യവശാൽ സാറിൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ അതൊരു 5 മണിക്കൊക്കെ പോയാൽ ഒരു 9-10 മണി വരെ ഉണ്ടായിരിക്കും. അത്രയും ലെങ്തി സെഷൻസ് ആണ്. അപ്പോൾ അതിൽ പാട്ടുണ്ടാവും, സംസാരം ഉണ്ടാവും, സംഗീതജ്ഞനെ കുറിച്ചുള്ള അവരുടെ വിശേഷങ്ങൾ, അതിൻ്റെ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ ആദ്യമൊന്നും മനസ്സിലാവില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ആ ടൈമിലൊക്കെ ഒരു സിനിമാ സംഗീതവും കുറച്ച് അങ്ങനത്തെ ഒരു ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതായത് ഏത് പ്രായത്തിലാണ് ശരിക്കും ഞാനൊരു പാട്ടുകാരനാണ് എന്ന് സ്വയം നമ്മൾ അറിയാൻ സാധിച്ചത്? എത്ര വയസ്സിൽ? എനിക്ക് തോന്നുന്നത് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു.
അത്രയുമായി. ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. പാട്ട് പാടും എന്നുള്ളതല്ലാതെ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാസുദേവൻ സാറിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്രയിൽ ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ, ഞാനിതൊന്നുമല്ല എനിക്കിനിയും ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയിട്ടുള്ള സംഗീതം, ഇത്രയും വലിയ ഗുരുനാഥൻ്റെ മുമ്പിൽ പാടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ കച്ചേരിക്ക് ഞാൻ കൂടെ പാടാൻ തുടങ്ങിയിരുന്നു. അതെ, പിൻപാട്ട് പാടിയിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ വിട്ടു തരുമ്പോൾ ഞാൻ കാരണം ഞാൻ ഒരു അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഭയങ്കര അത് നമ്മളൊരിക്കലും ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വാസുദേവൻ സാറൊക്കെ അന്ന് എനിക്ക് ഇങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നതില്. അപ്പൊ ഈ സിനിമാ സംഗീതം നിങ്ങളെ സ്വാധീനിച്ചിരുന്നില്ല? അതെ, ഇതുപോലെ തന്നെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു സംഗീതമാണല്ലോ ഈ ശാസ്ത്രീയ സംഗീതം. പറഞ്ഞാൽ ഒരുപാട് പഠിച്ച് അതിനെ മനസ്സിലാക്കി അതിന്റെ ന്യൂവാൻസസ് അറിയാൻ ഈ പറഞ്ഞ പോലെ ഒരു 20 വയസ്സാവണം. പക്ഷെ സിനിമാ സംഗീതം പറഞ്ഞാൽ ചെറിയ കുട്ടികളടക്കം പെട്ടെന്ന് ഡാൻസ് കളിക്കുകയും അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ്. ഭയങ്കര ടിൽറ്റിംഗ് മ്യൂസിക്കാണ്. അതിൽ നിന്നും ഇതിലോട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, ഏത് പാട്ടായിരിക്കും ഒരു സിനിമ, ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന പോലെ എൻ്റെ കൊച്ചുനാളില് 1000 പാദസരങ്ങൾ എന്നുള്ള പാട്ട് ഒരു പക്ഷേ ഞാൻ പാടിയിട്ടുണ്ട്. നമ്മളൊരു പാട്ടുകാരനാണ്, നമ്മൾ മാത്രം അറിയുന്ന ഒരു പാട്ടുകാരൻ. ശ്രീയെ സംബന്ധിച്ചോളം ശ്രീവത്സൻ ഈസ് എ വേൾഡ് പോപ്പുലർ സിംഗർ. പക്ഷെ ആ വേൾഡ് പോപ്പുലാരിറ്റിക്ക് തൊട്ട് മുൻപായി ഒരു കുട്ടിക്കാലത്ത് എന്തോ ഒരു റെസൊണൻസിൽ എവിടെയോ കേട്ട ഒരു റിയലൈസേഷൻ. അത് ഏത് പാട്ട് പാടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഒരു വരി. അല്ല, അതായത് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത് രാജലക്ഷ്മി കൃഷ്ണൻ എன்ற ടീച്ചറെടുത്ത്. അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു. ടീച്ചർ എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് അറിയണത് ABCD ആണ്. അപ്പം ഞാനിത് ABCD EFG അങ്ങനെ പാടി. EFG എന്നുള്ളതിന് പകരം അത് ടീച്ചർ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് EFG. അപ്പൊ അത് തന്നെ. അപ്പൊ അത് കേട്ടപ്പോ ചിലപ്പോ സംഗീതം ഇയാൾക്ക് വഴങ്ങുന്നു തോന്നി. അതുപോലെ സിനിമാ പാട്ടുണ്ട്, ദേവി ശ്രീദേവി അതെ. ഞങ്ങളൊക്കെ പാമരനാൻ പാട്ടുകാരനാണ്. പാട്ട് കേൾക്കാൻ ഉള്ള അവകാശമുള്ളവരാണ്. ഒത്തിരി പാട്ടിനെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് ഞങ്ങളുണ്ട്. പാട്ടില്ലാതെ ഞങ്ങളുടെ ലൈഫിൽ ഒരു നിമിഷമോ ഒരു ദിവസമോ ഇല്ല എന്ന് പറയാം. വളരെ പെട്ടെന്നാണ് ഒരു വെസ്റ്റേൺ സോങ്ങിൽ നിന്ന് ഞാൻ ഒരു പക്ഷേ ക്ലാസിക്കൽ ലിസണറായിട്ട് മാറിയത്. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തൊണ്ടയ്ക്ക് പല സമയത്തും ക്രാക്ക് വോയിസ് കിട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് രാഷ്ട്രീയക്കാരിലാണ്. അവർ പ്രസംഗിച്ച് ഒരു ത്രോട്ട് ഒരു ഡബിൾ ലെവൽ ഓഫ് വോയിസിൽ പോകും. സംഗീതജ്ഞർക്ക് കഥാപ്രസംഗക്കാർക്കുണ്ട്. ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം മാറി അടുത്തതിൽ ഇതാ നോക്കൂ എന്ന് പറഞ്ഞ് വേറെ സൗണ്ടിലേക്ക്. അതെ, സ്കൂൾ സാറന്മാർക്ക് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നെ ഉണ്ട്. നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വി ഗെറ്റ് സം ക്രാക്ക് വോയിസ്. പക്ഷെ അത് നമ്മളെ സപ്രസ് ചെയ്യുന്നു. ഇതിന് നല്ല റെമഡി ഉണ്ട്. അത് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് നല്ലതാണ്. എനിക്കൊന്ന് ഈ കാലത്തിൻ്റെ ഒരു വ്യത്യാസം, നമ്മൾ ഈ സമ്മർ വിൻ്റർ റെയിനിങ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് ഓഫ് വെതറിൽ വരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ തൊണ്ടവേദന എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്കൊന്നും പറയാൻ സാധിക്കില്ല. ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ട സ്ഥലത്ത് അത് പോകുക തന്നെ വേണം. പക്ഷെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാമെന്ന് പറയുന്നത് ഒരു സ്റ്റീൽ സ്പൂൺ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ആ ചൂട് സ്പൂണിലേക്ക് നല്ല തേനൊഴിക്കുക. അതിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ചാലിച്ച് തൊണ്ടയിൽ പുരട്ടിയാൽ തൊണ്ടവേദന പെട്ടെന്ന് മാറുന്നുള്ളതാണ്. ഒരു സബ്സ്റ്റാൻഷ്യലായിട്ട് റിലീഫല്ല, ആ വേദന മാറി ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാനുള്ളൊരു റിലീഫ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കാം. ഇത് ട്രൈ ചെയ്യാം. പക്ഷേ തീർച്ചയായിട്ടും ആ ചൂട് ഇളം ചൂടായിരിക്കണം. നമ്മൾ തിളച്ചത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ നമുക്ക് സാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പാലറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് എത്ര ചൂട് നിങ്ങൾക്ക് വേണോ ആ ചൂട്. അതാണ് ഞാൻ ഫ്ലെയിമിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. തേൻ ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. ഒന്നും കൂടി പറയാം, ഒരു ഫ്ലെയിമിൽ വെച്ച് സ്പൂൺ ഒന്ന് നേരിയ ചൂട് ആക്കിയ ശേഷം ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് തേൻ ഒഴിക്കുക. അല്പം കുരുമുളകും കൂടി ചാലിച്ച് നമുക്ക് എന്താ പറയുക പറ്റുന്നൊരു ചൂടിൽ അത് ത്രോട്ടിൽ അപ്ലൈ ചെയ്താൽ തൊണ്ടവേദന മാറി കിട്ടുന്നു. തീർച്ചയായിട്ടും.
ഒരു ഫേവറേറ്റ് സിംഗർ എന്ന് വെച്ചാൽ ആരായിരിക്കും പറയുന്നത്? ഒരു ലൈറ്റർ സൈഡിൽ, നോട്ട് ഭയങ്കര ഒരു ഹെവിയർ സൈഡിലല്ല, ഒരു ലൈറ്റർ. ഇപ്പൊ ഞങ്ങളൊക്കെ ചോദിച്ചാൽ ആ സൈഡാണ്. ഗാനഗന്ധർവൻ അപ്പുറത്തേക്ക് ഞങ്ങളൊരു ഗായകനെ ഞങ്ങൾ ചിന്തിക്കില്ല എന്ന് പറയും. അപ്പോ ഇദ്ദേഹത്തിന്റെ ദാസേട്ടൻ മാറ്റിവെച്ചാൽ പിന്നെ ജയേട്ടനാണ് സംശയമില്ല. അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാനന്ദൻ സാറാണ്. അതെ അല്ലേ? നമുക്ക് ബ്രഹ്മാനന്ദ സാറിന്റെ ഒരു പാട്ട് കേൾക്കായിരുന്നു അല്ലേ? താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും, ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലും പാലപ്പൂവായിരിക്കും. ഞാനിപ്പോ ലിപ്സിംഗ് ചെയ്യാൻ നോക്കി, പക്ഷെ ഇപ്പൊ ലിപ്സിംഗിങ് വലിയ വലിയ വിഷയമാണ്. പക്ഷെ എന്നാലും പണ്ടത്തെ നടന്മാര് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഈ സ്വരമാധുരിയില് ലിപ്സിംഗ് ചെയ്ത് അഭിനയിച്ചുകൊണ്ട് മാത്രമാണ്. പ്രേംനസീറിന് യേശുദാസിനെ പോലെ ഒരു ഗായകനെ ദൈവം പ്രേംനസീറിനെ സൃഷ്ടിച്ചപ്പോ തന്നെ യേശുദാസിനെയും ഇവരെല്ലാരും ദൈവം ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. And they all become supernatural powers in music industry. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന പ്രേംനസീറിനെ. ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്യുന്നില്ലേ ശ്രീവത്സൻ? എനിക്ക് ആസ് എ ഡാൻസർ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ സംഗീതത്തിലെല്ലാം ഒരു ബേസിക് ആയിട്ട് ഒരു ഡാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഡാൻസ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അതോ വളരെ ഒട്ടും നിങ്ങൾ അറിയാതെ ഒരു അവയർനെസ് ഇല്ലാണ്ട് അൺഅവെയർ ആയിട്ട് വന്നതാണോ അതോ അവയർനെസ്സോട് കൂടി വന്നതാണോ? ഡാൻസ് ഇഷ്ടമാണെന്നേ ഉള്ളൂ. ഡാൻസിൻ്റെ എനിക്ക് അതിൻ്റെ സട്ടിൽ നുവാൻസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ സംഭവം ചിലപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഒരു 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 ഡാൻസബിൾ ഫോർമാറ്റിലേക്ക് എല്ലാത്തിലും ഭയങ്കരമായിട്ട് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു നിങ്ങളുടെ ഉള്ളിൽ നൃത്തം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിലും ഡോമിനന്റ് എവിടെയോ ഉണ്ട് അല്ലേ? ഉണ്ടാവണം. കാരണം ഞാൻ നൃത്തം കാണാറുണ്ട്, നൃത്തം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം. ഞങ്ങള് സ്ഥിരമായി ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒന്നാണ് ആസ്വാദി തിരുനാൾ കൃതികൾ. അതിൽ ആ ഭാസുരാങ്കിയൊക്കെ കേൾക്കുമ്പോൾ എന്താ ഫീൽ എന്നറിയോ? ഞാൻ ആ കാറിൽ ഡാൻസ് അഭിനയിക്കും. ഞാനിങ്ങനെ എന്റെ സെൽഫി ക്യാമറ എടുത്ത് വെച്ചിട്ട് ബാസുരാങ്കി ബാലേ ഇതൊക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വലിയൊരു കർത്തവ്യത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് വേണ്ട. കാരണം താങ്കളുടെ പാട്ടിട്ട് ലിപ് സിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്രയും അതിനകത്ത് ആ നമ്മുടെ മനസ്സ് പൊരുത്തം ക്ലിയർ ആകുമ്പോഴാണ് ഈ സിങ്ക് കറക്റ്റ് ആകുന്നത്. ആ പാട്ട് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു, ഭയങ്കര. അപ്പം ഇങ്ങനെയുള്ള ഒരു സോങ്, മെലോഡിയസ് ആയിട്ടുള്ള സോങ് കമ്പോസ് ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹൗ ഡു യു സിറ്റ് ആൻഡ് കമ്പോസ്? ഇങ്ങനെയാണ് ഞാൻ പാടാൻ പോകുന്നത്. ബിക്കോസ് യു ആർ എ മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ഷനും ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ somebody should contact you. മ്യൂസീഷ്യനും താങ്കളാണ്, പാടുന്നതും താങ്കൾ, മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നതും താങ്കൾ. ആർക്കെങ്കിലും ഉണ്ടാവണമല്ലോ നിങ്ങളുടെ ഇത്രയും ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് ഇത് സ്വാതിനാൾ പദങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞ് നിങ്ങളെ വിളിക്കണം. അപ്പൊ അത് മാത്രം നിങ്ങൾ അറിഞ്ഞ ഒരാളായിരിക്കണം. സോ വാട്ട് വാസ് ദ ഇൻസ്പയറിംഗ് ഫോഴ്സ്? അല്ല, ഈ പലപ്പോഴും എൻ്റെ പ്രോജക്ട്സ് ഒക്കെ ഞാൻ മനോരമ മ്യൂസിക്കിനാണ് ചെയ്തിട്ടുള്ളത്, എൻ്റെ വർക്കുകളൊക്കെ. അപ്പോൾ അത് മിക്കവാറും നമ്മളൊരു ഒരു പ്രോജക്റ്റ് കൊടുക്കും, അപ്പോൾ അവരത് അതെ 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 മാത്രമല്ല ചില സമയത്ത് ഇങ്ങോട്ടും ചില ഇറ്റ്സ് എ ഗിവൻ സജഷൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഏതൊക്കെ പാടണം, ഏതൊക്കെ പദങ്ങൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കൃതികൾ തിരഞ്ഞെടുക്കണം, അത് ഇത് എൻറ്റയർലി അപ് ടു അസ് ടു ഡു. അപ്പം നമ്മളൊരു രാഗങ്ങൾ കുറച്ചുകൂടി ഇപ്പോൾ ചില ആൽബങ്ങളൊക്കെ ഞാൻ പലതരം ഇൻസ്ട്രുമെൻറ്റും ഓർക്കസ്ട്രേഷനും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഗങ്ങളുടെ ഒരു മിക്സ് ആൻഡ് മാച്ച്. ഹിന്ദോളത്തിലല്ലേ കീബോർഡ് ഒക്കെ യൂസ് ചെയ്തത്? അതെ അതെ അല്ലേ? ഐ വാസ് വണ്ടറിങ് എന്ത് കോമ്പിനേഷൻ, അത് എങ്ങനെ ഒരു കീബോർഡ് ഒരു അല്ല കീബോർഡ് ഒരു യൂഷ്വലി ഒരു ക്ലാസിക്കൽ ആൽബം ചെയ്യുമ്പോൾ ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് ആരും they don't dare to use it. Not that it should not be used. അത് ഉപയോഗിക്കാൻ ഒരു 10 പ്രാവശ്യം ആലോചിക്കും. കാരണം മലയാളിക്ക് കുറച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനും അല്ലെ ഒന്ന് പ്രതികരിക്കാനൊക്കെ കഴിവുള്ളവനാണ് മലയാളി. അപ്പൊ അതിനോടൊന്ന് സംസാരിച്ച് നിൽക്കാൻ കെൽപ്പുള്ള ഒരാളെ അത് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഹൗ ഡെയർ യു ഡു ഡിഡ് ഇറ്റ് എന്നുള്ളതാണ് അവിടെ ഒരു 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 ചലഞ്ചൊന്നും അല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി ഒരു ഓൾട്ടർനേറ്റ് ഒരു സ്പേസിലേക്ക് നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണം. കച്ചേരി ഞാൻ ചെയ്യുമ്പോൾ
അതിൻ്റെതായ പ്യൂരിറ്റിയോടെ നമ്മൾ അത് കൈകാര്യം ചെയ്യണം. അതേസമയം ഒരു നോൺ ഫിൽമി ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നേ ആലോചിച്ചുള്ളൂ. അല്ലാതെ നമ്മൾ അതിന്റെ ഒരു ചാലഞ്ച് ലെവലല്ല, അല്ലല്ല അതൊരു സ്പേസ് ഉള്ളത് കൊണ്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ട് യൂസ്. അതെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സോങ് കമ്പോസ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഒരു സിനിമ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കാണും. സോ വി നോ ഇന്ന സ്ഥലത്ത് 12 വയലിൻ, ഇന്ന സ്ഥലത്ത് സിത്താർ, ഇന്ന സ്ഥലത്ത് ഫ്ലൂട്ട്, തബല, എങ്ങനെ ആയിരിക്കണം താളം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ക്ലാസിക്കൽ കമ്പോസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ദൈവാനുഗ്രഹം അങ്ങ് അറ്റം തലയിൽ ഉച്ചമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഹൗ ഡു യു കമ്പോസ് വിത്തൗട്ട്, ഹാവ് യു എവർ പ്ലേഡ് ഇൻസ്ട്രുമെന്റ്സ് ഓർ ഹൗ ഡു യു കമ്പോസ്? അല്ല, ഇപ്പോ ഈ ഇൻസ്ട്രുമെന്റ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അറ്റ് ദ മാക്സ് ഞാൻ ഒരു കൊല്ലം വയലിൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കേട്ടിട്ട് എന്താ വെച്ചാൽ സാധാരണ നിലയ്ക്ക് ഒരു പാട്ടിന് എന്താണ് അവിടെ ഒരു ഫ്ലൂട്ട് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു വീണ അവിടെ വേണ്ടത്. അപ്പോൾ എന്ന് ഞാൻ പാടി വെക്കും. അപ്പൊ വീണക്ക് അതിപ്പോ അങ്ങനെ. അപ്പൊ നമ്മളൊരു അതിന്റെ ഒരു മൂഡ് മാത്രമേ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. ശ്രീവത്സൻ ഈസ് എ കോംപ്ലക്സ് ഓഫ് ലോട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. മൾട്ടി ഷോപ്സ് ഒക്കെ പറയുന്ന പോലെയാണ്. Too far fetched, പക്ഷേ I agree with കമ്പോസ് ചെയ്യുന്ന സമയത്ത് ശരിയാ, കറക്റ്റ് ആണ്. അല്ല, ഒരു ക്ലിയർ കട്ട് പിക്ചർ ഉണ്ട് അല്ലേ, എന്ത് ഇൻസ്ട്രുമെന്റ് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് യു ഹാവ് എ ക്ലിയർ ഐഡിയ. പക്ഷെ സിനിമയിൽ നിന്നൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് അത്ര സ്വാതന്ര്യം ഉണ്ടാവില്ല. ഇല്ല, അത് സിനിമയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാടി വെക്കുന്നത് എത്ര തന്നെ നമ്മൾ ശരിയെന്ന് നമുക്ക് തോന്നിയാലും അവിടെ പോകുമ്പോൾ ആ ആർട്ടിസ്റ്റ് വായിക്കുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല. ആർട്ടിസ്റ്റിന്റെ കുഴപ്പമില്ല, നമ്മുടെ സംഗതിയുടെ പ്രശ്നമായിരിക്കും. അപ്പൊ ഫ്ലൂട്ടിലാണെങ്കിൽ ചിലപ്പോൾ അത് കൈ വെക്കുന്നത്, ചിലപ്പോൾ ചില നോട്ട്സ് ചില ഹോൾസിൽ വെച്ചാൽ കിട്ടില്ല, എക്സ്പ്രഷൻസ്. എക്സാക്ട്ലി. അപ്പൊ അവർക്ക് അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവർ ആ സംഗതി വായിക്കുകയാണെങ്കിൽ നമ്മൾ വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അവരുടെ ഇതിന് വിട്ടുകൊടുക്കും, അവരുടെ മനോധർമ്മത്തിന് വിട്ടു. ഓ, യു ആർ വെരി ലീനിയന്റ് ഓൾസോ. ഓക്കേ, അങ്ങനെ വേണം തോന്നുന്നു അല്ലേ ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ. ഒരു കൊളാബറേറ്റീവ് ആണ് എപ്പോഴും. യു ഹാവ് എ ടീം, ഒരു നല്ല ടീം ഉണ്ടോ, ഓർ യു ജസ്റ്റ് ടേക്ക് എപ്പോഴും ഒരേ ഗ്രൂപ്പ് അല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പല ആർട്ടിസ്റ്റിന്റെയും കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ പലതരം എന്താ പറയുക, നമുക്കൊരു എത്രയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സന്ദർഭമല്ലേ. ഒരു നല്ല വാഹനം വാങ്ങിക്കുക എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അത് വളരെ സന്തോഷത്തോടുള്ള ഡ്രൈവും എല്ലാം വളരെ ആവശ്യമുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഹൈവേ റോഡിൽ നമ്മൾ സഖികെടുന്നത് കാതടച്ചിട്ടുള്ള ഒരു എയർ ഹോൺ സിസ്റ്റം യൂസിങ്. അത് യൂസ് ചെയ്യുന്ന മിക്കവാറും വന്നു പോകുന്ന വണ്ടികളാണ്, സിറ്റിയിലുള്ള വണ്ടികളല്ല. ഈ എയർ ഹോൺ കാരണം മറ്റുള്ളവരുടെ ഇയർ ഹോൺ അടിച്ചു പോകും. എയർ ഹോൺ കിൽസ് ഇയർ ഹോൺ. അപ്പോൾ അവസാനം ഈ ഒരു പാൽപിറ്റേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കും ട്രാഫിക്കിൽ, അല്ലേ താരെ? അതെ, തീർച്ചയായും. വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു ഹോൺ അടിച്ചാൽ നമ്മളൊരു സമനില തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ്, ഒന്ന് ഞെട്ടിപ്പോകുന്നു. അതൊരു ക്രൂഷ്യലായിട്ടൊരു ഡ്രൈവിങ്ങിന് അത് വളരെ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എയർ ഹോൺ ഉപയോഗിക്കാൻ പാടില്ല, അത് ശിക്ഷാർഹമാണ്. അതിനൊരു ഫൈൻ ഉണ്ട് അല്ലേ, 100 രൂപ ഫൈനാണ് സർക്കാർ അതിനെ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും എയർ ഹോൺ ഉപയോഗിക്കാതിരിക്കുക. ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കും തോറും നമ്മളടങ്ങുന്ന സമൂഹത്തിന് അതൊരു വലിയ നന്മ തന്നെയാണത്. ഓരോരുത്തരും അവരവരുടേതായ കൃത്യനിർവഹണം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് 100 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാശാണ്. പക്ഷേ 100 രൂപ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂൾ വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ 100 രൂപയല്ലേ ഉള്ളൂ, ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, ഞാൻ 2 പ്രാവശ്യം അടിച്ചാലും 100 രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടെ. പൊതുവെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഹോൺ അടിച്ചൊക്കെയാണ്. അതൊന്നും അരുത്, അത് പാടില്ല. ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ മാനസികാവസ്ഥ തെറ്റിക്കും, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ തെറ്റിക്കും. മാത്രമല്ല നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ പോവുകയും ചെയ്യും. അതുകൊണ്ട് അരുത് എന്ന് പറയുകയാണ്. എയർ ഹോൺ ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതിന് വയലേഷൻ, സേ നോ ടു എയർ ഹോൺ. വയലേഷൻ വന്നാൽ 100 രൂപ ഫൈനാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ ജനറലായിട്ട് നമ്മൾ മ്യൂസിക് പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് ഉണ്ട്, ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ഫിലിം മ്യൂസിക് ഉണ്ട്, ഡിവോഷണൽ സോങ്സ് ഉണ്ട്,
ബാൻഡ് ഉണ്ട്, ആൽബംസ് ഉണ്ട്, യുനോ അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് യു ലൈക്ക് ടു ഫോക്കസ് ഓൺ സംതിങ് ഓർ എല്ലാം കൈകാര്യം ചെയ്തിരിക്കണം സംഗീതജ്ഞൻ എന്നാണോ? ഇല്ല, എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഒരു സംഗീതത്തിന്. ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് കർണാടക സംഗീതം, ഫിലിം സോങ്, കുറച്ച് ഇന്നോവേറ്റീവ് സോങ്സ്, ഇന്നോവേറ്റീവ് ആൽബംസ്, ഇതേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ഹിന്ദുസ്ഥാനി ചെയ്യാൻ പറ്റില്ല. ഹിന്ദുസ്ഥാനിയുടെ ഒരു ഫ്ലേവർ ഉള്ള ഒരു പീസ് ചിലപ്പോൾ പാടാൻ പറ്റും, ഒരു ഭജൻ ചിലപ്പോൾ പാടാൻ പറ്റും. പക്ഷേ ഹിന്ദുസ്ഥാനി കൈവയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് അത് അതിൻ്റെതായ ഒരു സ്ട്രീം, കാലഘട്ടം മുഴുവൻ വേണം പഠിക്കാനും അല്ലേ. ഇപ്പൊ കഥകളി സംഗീതം, നമ്മള് കഥകളി പദം ചിലപ്പോൾ നമ്മൾ പാടും, പക്ഷേ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ ക്യാൻ സിംഗ് കഥകളി പദം ഇൻ ഇറ്റ്സ് ഓൺ. സോപാനം അങ്ങനത്തെ സാധനങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ? ചെയ്തിട്ടില്ല. പാടിയിട്ടുണ്ട്. നമ്മളിപ്പോ ചിലതിനൊക്കെ ആവശ്യം വരുമ്പോ അങ്ങോട്ട് പാടും. എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ സോപാന സംഗീതം പാടുന്നതിനും കർണാടക സംഗീതം ആ പിടികൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? ഇപ്പോ തോടി തന്നെ എടുത്താല് പോപ്പുലർ സോങ് പാടിയിട്ട് ഇപ്പൊ തായേ യശോദ ഉന്തനായർ കുല തുദിത്ത മായൻ ഗോപാല കൃഷ്ണൻ ചെയ്യും ജാലത്തൈ കേളടി തായേ എന്ന് പാടുമ്പോ ഇപ്പോ കരുണ ഇത്രയും ഗമകം വേണം. ഗമകത്തിന്റെ ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട്, അതിന്റെ ഓസിലേഷൻസ് വ്യത്യാസമുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. കഥകളിയിലെ ആ എക്സ്പ്രഷൻസും ലോങ്ങിറ്റിവിറ്റി കൂടുതലാണ്. കാരണം ഒരു ചെറിയൊരു കാര്യത്തിന് എക്സ്പ്രഷൻസ് അവർ വളരെ വൈൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. മുദ്ര കാണിച്ചെത്തണല്ലോ. അപ്പൊ അതുവരെ പാട്ട് നീളുന്ന അനുസരിച്ച് അയാളുടെ എക്സ്പ്രഷൻസും ഉണ്ടല്ലോ. ഒരു ആയുഷ്കാലം പോരാ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ആസ്വദിക്കാനും അല്ലേ. അപ്പൊ ഇവരൊക്കെ അവതരിപ്പിച്ചവരാണ്. അപ്പൊ അതിൻ്റെതായ ഒരു നന്മയുണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് ചോദിക്കേണ്ട വേറൊരു കാര്യം, ഇദ്ദേഹം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സയന്റിസ്റ്റാണ്. വളരെ പാരലായിട്ട് ഒരു കരിയർ കൊണ്ടുപോയിക്കൊണ്ടൊരു സംഗീതവും കൂടി രണ്ട് കയ്യിൽ. എൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ ഡാൻസ് അല്ലാതെ ഈ കലയല്ലാണ്ട് എന്നോട് എന്തെങ്കിലും കൈകാര്യം ചെയ്താൽ ഞാൻ അപ്പം താഴെ എഴുതാൻ. ഈ രണ്ട് കാര്യങ്ങൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് എങ്ങനെ കൊണ്ടുപോകും ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ശ്രീവത്സനോടോ, സ്ക്രീനിലല്ലാണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് വളരെ വിഭിന്നമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ഒരേ ലെവലിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം? അല്ല, ഒരേ ലെവലിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെ, അല്ല അതിപ്പോ ഒരു കൃഷി ഒരു ശാസ്ത്രമായിട്ട് ഞാൻ പഠിച്ചു. അപ്പൊ അതിൽ പിന്നെ എന്റെ ഉപരിപഠനമൊക്കെ നടത്തി. അതെ, അതിനകത്തൊരു കാര്യമുണ്ട്. കൃഷിയില് ഒരു പാടം ഹാർവെസ്റ്റ് ആകുമ്പോ തീർച്ചയായിട്ടും കർഷകൻ തനതറിയാതെ പാടുന്ന ഒരു പാട്ടുണ്ട്, സന്തോഷത്തിന്റെ തിമിർപ്പ്. അത് പിന്നീട് ഹാർവെസ്റ്റ് വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം സയന്റിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ആ മേഖലയിൽ കണ്ടുപിടിക്കുന്ന ഒരാളാണ് അല്ലേ. കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നേതൃത്വം നൽകുന്ന ആൾ. അതെ അതെ. അഗ്രികൾച്ചർ എക്സ്പെക്ട്സ് നോട്ട് ഫ്രം ഹൗ ഡു യു മാനേജ് ദറ്റ്? ഇത് ഈ എൻ്റെ അടുത്തൊക്കെ ഈ ഡാൻസ് പഠിക്കാൻ വരുമ്പം 10ാം ക്ലാസ് ആകുമ്പോൾ ഡാൻസ് നിർത്തി പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുക എന്താ, അയ്യോ അത് 10ാം ക്ലാസ് ആണ്, ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൊഫഷണൽ കോഴ്സ് കയറി കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുട്ടികളും നിർത്തിയിട്ട് പോകുന്നതാണ്. ബിക്കോസ് അത് രണ്ടും കൂടി പറ്റില്ല എന്ന് പറയുന്നത്. ദേ ഇവിടെ ഒരു ലിവിങ് എക്സാമ്പിൾ, ശ്രീവത്സൻ, സയന്റിസ്റ്റ് ആസ് വെൽ ആസ് എ റെലവന്റ് സിംഗർ. അഗ്രികൾച്ചറും അതെങ്ങനെ കൊണ്ടുപോകണു ആ സീക്രട്ട് എന്റെ അല്ല, അതിന്റെ സീക്രട്ട് ഒന്നുമില്ല. അത് അങ്ങനെ ഒരു പ്രത്യേക സീക്രട്ട് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചെറിയ സമയമാണെങ്കിലും അത് നമ്മുടെ കമ്മിറ്റ്മെന്റ് കൊടുത്താൽ മതി. ഉള്ള സമയത്തേക്ക് വി ഗിവ് അവർ ക്വാളിറ്റി ടൈം. അതെനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം അതിനൊരു മാജിക് മന്ത്രമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇന്നത് ചെയ്താൽ ഇന്നതാവും. ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ അകത്ത്. ടൈം മാനേജ്മെന്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി ടൈം മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ അതേസമയം ഒരു പോയിന്റ് ഇതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് എൻ്റെ മനസ്സിൽ. അതായത് ഇപ്പോൾ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നമ്മളൊരു സയൻസിന്റെ ഒരു എക്സലൻസിലേക്ക് പോണ വഴിയും ശാസ്ത്രം അല്ലെങ്കിൽ സംഗീതത്തിന്റെ ശാസ്ത്രത്തിന്റെ വഴിയൊക്കെ ഫൈനലി നമ്മൾ തന്നെയാണല്ലോ ഇതിന്റെ ഉത്തരവാദി. അത് ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്ക് പാരലൽ ലൈൻസ് ആണെന്ന് പറയും. പാരലൽ ലൈൻസ് നെവർ മീറ്റ് ഈച്ച് അതർ. പക്ഷെ ട്രെയിന് പാളം ഇങ്ങനെ പോകുന്ന ചില സ്ഥലത്ത് ഇത് യോജിക്കുന്ന സ്ഥലത്ത്
അത് ഡയറക്ഷനാണ്. ഇനി ചെന്നൈക്ക് പോകണോ ഇനി ട്രിവാൻഡ്രത്തേക്ക് പോകണോ എന്നുള്ളത്. ഇതുപോലെ പാരലൽ ലൈൻസ് മുട്ടുമ്പോഴൊക്കെ നമ്മളുടെ ഈ കലാജീവിതം ഏതിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് ശ്രീവത്സൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഞാനൊരു മ്യൂസീഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗറായിട്ട് തന്നെ മാറാം, അല്ലെങ്കിൽ ഞാനൊരു മ്യൂസീഷ്യനായിട്ട് മ്യൂസിക് ഡയറക്ടറായിട്ട് മാറണം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ഞാനൊരു സയൻറ്റിസ്റ്റ്. സോ ദീസ് ആർ ഓൾ ദ തോട്ട്സ് വിച്ച് ഹാവ് മിക്സ്ഡ് യു. അതിൽ ഇപ്പോഴും ശ്രീവത്സന്റെ ഒരു ഫൈറ്റിംഗ് ലെവലിൽ നിൽക്കുമല്ലോ, ഞാൻ ഇതാണോ ഇങ്ങനെ ചെയ്യണോ, ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു അല്ലേ ഒരു എന്താണ് ശരിക്കും ഒരു അകത്തുള്ളൊരു ആഗ്രഹം? അകത്തുള്ള ഒരു ഒരു മനസ്സ് എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ചെറുപ്പത്തിൽ നമ്മൾ ട്രെൻഡിലോട്ട് വരികയാണ്. ആദ്യം വിഷു കൈനീട്ടം തന്ന ആള്, ഇപ്പോൾ നിങ്ങൾ ആദ്യം വിഷു കൈനീട്ടം കൊടുത്ത ആള് ആരൊക്കെയാണ്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ, മുത്തശ്ശന്മാര്, അവര് മുത്തശ്ശി, ഇവരൊക്കെ തന്നെയാണ്. കൂട്ടുകുടുംബായിരുന്നു. അതെ. ഇപ്പൊ കണ്ണൊക്കെ കെട്ടി. അതെ 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 അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോ ഞാൻ കണ്ണ് അടച്ചഭിനയിക്കും. കുട്ടികളൊക്കെ ഇപ്പോഴും കണ്ണൊക്കെ അടച്ച് വരാറുണ്ട്. ആർക്കാണ് ആദ്യം വിഷു കൈനീട്ടം കൊടുത്ത ഓർമ്മ? ശ്രീവത്സന്റെ കയ്യിൽ നിന്ന് അഭാഗ്യ ഒരു രൂപ തൊട്ട്. എനിക്ക് വേണം എൻ്റെ കസിൻസിനായിരിക്കും. കാരണം എൻ്റെ അമ്മ മൂത്ത ചേച്ചിയാണ്, ബാക്കി എല്ലാവരും ബ്രദേഴ്സാണ്. അപ്പോൾ അവരുടെ കസിൻസിനാണ്, ഐ മീൻ എൻ്റെ ഫസ്റ്റ് കസിൻസിനാണ്. അവർക്കൊക്കെ മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരൊക്കെ പാട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറൊക്കെ ഇങ്ങടില്ല, ഇപ്പുറത്തേക്ക് ആളുള്ള ഫാമിലിയിലെ സ്റ്റാർ സിംഗർ അല്ലേ? മദറിന്റെ വഴിയിലാണോ മ്യൂസിക്, അതോ ഫാദറിന്റെ ആ വഴി കൂടെയാണോ മ്യൂസിക് ഒക്കെ കടന്നു വന്നത്? അച്ഛൻ്റെ വഴിയിൽ, അച്ഛന് അവരുടെ ഫാമിലിയിലൊക്കെ ഈ നാടകം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ കണ്യാർകളി, അത്തരം ഡാൻസ് ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ വഴിയിൽ ശരിക്കും കൂടുതലും സാഹിത്യ വഴിയിലാണ്. കാരണം ബാലാമണിയമ്മ, മാധവിക്കുട്ടി, അവരൊക്കെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ്. അപ്പോൾ സാഹിത്യമാണ് കൂടുതലും. സംഗീതം എങ്ങനെയാ? കവിതയില്ലേ? കുറച്ച് എഴുതും, പക്ഷെ കവിതയില്ല. എഴുത്തുണ്ട് അല്ലേ, ആസ്വാദനമുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ജോലിയും ഒപ്പം ഇനിയുള്ള കർഷകർക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു ആൽബം രചിക്കപ്പെടുകയുണ്ടാവുമോ? അങ്ങനെയാണ് ഹാർവെസ്റ്റ് സോങ്സ്. അതിന് വലിയൊരു പ്രസക്തിയുണ്ട് ഇന്ന്. ഫാമിംഗ് എന്ന് പറഞ്ഞത് അല്ലേ, ഒരുപാട് മരുന്നുകളുടെയും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തുടങ്ങി. നമ്മൾ സിനിമയിലൂടെയും മന്ത്രിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിങ്ങളുടെ ഒരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കണമെന്ന്. ആസ് എ സയന്റിസ്റ്റ്, സിംഗിങ് സയന്റിസ്റ്റ്, വാട്ട് യു വാണ്ട് ടു ടെൽ ഓഡിയൻസ്? അല്ല, യു സെഡ് യു ആർ ഇൻ ദ ഞാൻ എക്സ്റ്റൻഷൻ ടെക്നോളജി ട്രാൻസ്ഫർ. അതെ അതെ. അപ്പോൾ അതിൽ ഈ വാട്ട് ഈസ് ടെക്നോളജി ട്രാൻസ്ഫർ? എസെൻഷ്യലി കൃഷിക്കാർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പുതിയ ടെക്നോളജി എങ്ങനെ അത് ഉപയോഗിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വേർമി കമ്പോസ്റ്റ്, നമ്മുടെ എർത്ത് വേമിൻ്റെ അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് ഉണ്ടാക്കുക, അതിൽ നിന്ന് അതിന്റെ കാഷ്ടം ഉപയോഗിച്ച് മണ്ണില് മാനുവർ ആക്കുക. ഇറ്റ് ഇസ് റിച്ച്. അപ്പൊ അത് നമ്മൾ കൊടുക്കുക. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കണം, എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം, ഇതാണല്ലോ. അപ്പൊ സാധാരണ ഒരു പാക്കറ്റിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ക്ലാസ്സുകൾ അതിനു വേണ്ടി ഓർഗനൈസ് ചെയ്യുക. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഏറ്റവും സെൻസിറ്റീവ് ഒരു ഏരിയ അല്ലേ അല്ലേ, ഏറ്റവും അറ്റൻഷൻ ആവശ്യമുള്ള ഈ സിംഗറാണ് ഇത്രയും വലിയൊരു റെസ്പോൺസിബിൾ പോസ്റ്റില്. അപ്പോൾ ഈ ഫാമേഴ്സിനോട് ഹൗ ഡു യു ഡീൽ വിത്ത് ദം? യൂഷ്വലി ഞങ്ങളുടെ സെന്ററിലേക്കാണ് ട്രെയിനിങ്സിനായിട്ട് അവർ വരിക. പിന്നെ കൃഷിക്കാർ മാത്രമല്ല, ഇപ്പോൾ അഗ്രികൾച്ചർ ഓഫീസേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിലുള്ള ആളുകളും. അപ്പോൾ അവരാണ് ശരിക്കും നേരിട്ട് ശരിക്കും കൃഷിക്കാരെ കാണുന്നത്. ഞങ്ങൾ അവരെയാണ് ട്രെയിൻ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഒരു പോളിസി അങ്ങനെയാണ്. അതല്ലാതെ നേരിട്ട് തന്നെ കൃഷിക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്. മാത്രമല്ല, അവരുടെ ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ കാസർഗോഡ് ഇന്നൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഞങ്ങളെയാണ് അത് ആദ്യം അറിയിക്കുക. അല്ല, അപ്പൊ ഞങ്ങളെ അറിയിച്ച് നമ്മളാണത് റിസർച്ച് സിസ്റ്റത്തിന് അത് കൊടുക്കുന്നത്. ഈ ഇന്ന ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കട്ടെ, നമ്മൾ വളരെ അലാർമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പച്ചക്കറികളെ കുറിച്ചും പഴങ്ങളെ കുറിച്ചും ഒക്കെ കേൾക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അത്രയും അലാർമിംഗ് ആണോ സിറ്റുവേഷൻ? അതായത് ഈ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ പറയണത് കറക്റ്റ് ശരിയാണ്. അതായത് അവർ ഒരു കമേഴ്ഷ്യൽ ലെവലിൽ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും പലതരം കെമിക്കൽസും ശരിക്കും പറഞ്ഞാൽ ഇൻഡിസ്ക്രിമിനേറ്റ് ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം നല്ലൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. ഈ ഓർഗാനിക് കൃഷിയും മട്ടുപ്പാവിലെ കൃഷിയും നഴ്സറി. അതിനകത്തൊക്കെ സത്യമുണ്ടോ, അതോ അവരും ഇതുപോലത്തെ?
അല്ല അതിൽ ഒരുപാട് പുതിയ പുതിയ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ കുടുംബശ്രീ യൂണിറ്റുകൾ ഇതെല്ലാം ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് സെപ്പറേറ്റ് ആയിട്ട് മാർക്കറ്റും ഉണ്ടാവുന്നുണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ഇപ്പൊ സാധാരണക്കാരന് അറിയില്ല ഇതിൽ ഏതാണ് നമുക്ക് അറിയത്തില്ല ഇത് അന്യനാട്ടിൽ നിന്ന് വന്നതാണോ മരുന്നടിച്ചതാണോ ഇവിടെ ഉണ്ടായോ നമ്മൾ അറിയുന്നില്ല. ഒരു ലേബൽ വെച്ചാൽ നമ്മൾ അതിനെ വിശ്വസിച്ച് പോവുക എന്നുള്ളതാണല്ലോ സാധാരണക്കാരൻ. അപ്പം ടിപ്സ് ഫോർ ദം. അല്ല ഇതില് ഇന്നത്തെ നിലയ്ക്ക് ഇപ്പൊ കാസർഗോഡ് ജില്ല മാത്രമേ ഓർഗാനിക് ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഓർഗാനിക് ജില്ല അത് കേട്ടിട്ടില്ലെങ്കിൽ അതറിയണം. ഓർഗാനിക് ജില്ലയാണ്. 2010 മുതൽ കാസർഗോഡ് ഒരു ഓർഗാനിക് ജില്ലയാണ്. അവിടെ നമുക്ക് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള പെസ്റ്റിസൈഡുകളുണ്ട്, നീല നിറത്തിലുള്ള പെസ്റ്റിസൈഡുകളുണ്ട്, ഇതൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല, ബാൻഡാണ്. അപ്പോൾ അവിടെ ഓർഗാനിക് കൃഷി പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അവിടുത്തെ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് കേരളത്തിൽ മുഴുവനായും 2016 ഓർഗാനിക് സ്റ്റേറ്റ് ആവാൻ പോകുന്നത് കേരളം. അതിന്റെ 2016 നല്ലൊരു വാർത്തയാണ് അതല്ലേ? അതെ അതെ. അപ്പോൾ വിഷുദിനത്തിൽ ഒരു സംഗീത ചിന്ത ഏറ്റവും നല്ലൊരു വാർത്തയുമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 2016 കേരളം നല്ലൊരു ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് മാറാൻ പോവാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇനിയുള്ള സമയത്തൊക്കെ ഇനി പത്രങ്ങൾ വേറെ വാർത്ത വരും. സാമ്പാർ കഴിച്ച് 100 പേരെ ആശുപത്രിയിലാക്കി, പച്ചടി കഴിച്ചു അല്ലേ? അതിന്റെ സീരിയസ്നെസ് അതിന്റെ മെഷേഴ്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഈ കാസർഗോഡിൽ നടക്കുന്ന ഈ എക്സ്പെരിമെന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതിനെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന് വിളിക്കാം. അതിന് തന്നെ ഞങ്ങൾ തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റഡിയും ഞങ്ങളാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ എക്സ്റ്റൻഷൻ ഡിവിഷനാണ് ചെയ്യുന്നത്. വളരെ എൻറിച്ചിങ് ആയിരുന്നു അല്ലേ ശ്രീവത്സനുമായിട്ടുള്ളൊരു ടീ അല്ലേ? ഓക്കെ, ടീ സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മളെല്ലാവരോടും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹോബീസ്. ശ്രീവത്സനോട് അങ്ങനെ ചോദിക്കുന്നതിൽ എനിക്ക് അതിയായ വേറെ സന്തോഷം എന്ന് പറയുന്നത് ഒരു ഇത്രയും വലിയൊരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ എന്താണ് ഹോബീസ് എന്നറിയാൻ എന്തായാലും പ്രേക്ഷകർക്കും താല്പര്യമാണ്. വാട്ട് ആർ ഓൾ യുവർ മേജർ ഹോബീസ്? ഞാൻ സമയം കിട്ടുമ്പോൾ വായിക്കും. വായന കുറഞ്ഞു വന്നു തുടങ്ങി. പക്ഷേ പിന്നെ സിനിമ കാണും. സിനിമ ഒരു മലയാളം ഞാനൊരു VKN ഫാനാണ്. പിന്നെ വിജയൻ മുകുന്ദൻ മലയാളത്തില് ഈ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നിയൊരു പുസ്തകം TD രാമകൃഷ്ണൻ്റെ ഒരു പുസ്തകമാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മിത്തിക്കൽ കഥ. അതാണ് ഞാൻ അവസാനം നല്ലൊരു എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്നൊരു മലയാളം പുസ്തകം. 2-3 കൊല്ലം മുമ്പോട്ടോ അത്. കുറച്ച് എഴുതും, എഴുത്തുണ്ട്, കുറച്ചുണ്ട്. പിന്നെ സിനിമ. എനിക്ക് വാസുദേവൻ സാറിൻ്റെ പേരിലൊരു പുരസ്കാരം എറണാകുളത്തുണ്ട്. ഏറ്റവും അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറഞ്ഞത്. സംഗീത അക്കാദമി പുരസ്കാരം കർണാടക സംഗീതത്തിന്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പുരസ്കാരമാണ്. കലാകാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എത്ര മുന്നേറണമെങ്കിൽ ആ ഗുരുത്വം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുള്ളൂ. അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് ശ്രീവത്സൻ. നെയ്യാറ്റിൻകര സാറിൻ്റെ ഓടൊപ്പം സ്റ്റേജിൽ പങ്കിട്ട ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഗുരുസ്മരണയ്ക്ക് വേണ്ടി. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കഴലിന കൈ തൊഴുന്നേ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കഴലിന കൈ തൊഴുന്നേൻ കൃഷ്ണ 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 കൈ തൊഴുന്നു.
ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ വിഷു സമയത്ത് ഇത്രയും നല്ലൊരു വെരി എന്താ പറയുന്ന ഒരു പുസ്തകത്തിന്റെ താളുകൾ മറയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ചാപ്റ്റർ വൈസ് ചാപ്റ്റർ. ശ്രീവത്സൻ എന്ന സിംഗറിനെ കേട്ട് മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. ഇപ്പോൾ വ്യക്തിപരമായി അറിഞ്ഞ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് ഒരു തീർക്കലല്ല, എനിക്ക് നിങ്ങളുടെ ഒരു തുടക്കമാണ്, ഏറ്റവും മനോഹരമായ ഒരു തുടക്കം. ഈ എപ്പിസോഡിന് നിറഞ്ഞ എപ്പിസോഡിന് ഒരു പേരിടാന്നുണ്ടെങ്കിൽ ഇതാണ് ശ്രീവത്സ എപ്പിസോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടി കലാകാരന്മാരാവുന്നതുകൊണ്ടാണ് കോൺവെർസേഷൻ ആ രീതിയിൽ വന്നു. സത്യം, പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചോ എന്ന് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കലാകാരന് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങള് ഖണ്ഡിച്ച് 2 പാർട്ടായിട്ട് ഞങ്ങൾ ചോദിച്ചു. വളരെ വലിയ വലിയ സന്തോഷം നിങ്ങളെ ഭാര്യയുള്ള കലാകാരന്മാരുടെ കൂടെ ഇരിക്കാനും പ്രേക്ഷകരോട് സംസാരിക്കാനും ഒക്കെ സാധിച്ചതിൽ വലിയ വലിയ സന്തോഷം, വലിയ ഭാഗ്യം. സന്തോഷം ശ്രീവത്സം. ഇനി നിങ്ങൾ പബ്ലിക്കിനൊരു ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ എപ്പിസോഡ് നന്നായി ശ്രദ്ധിച്ച് കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉത്തരം പറയാൻ സാധിക്കും. ഈ എപ്പിസോഡിൻ്റെ കണ്ടന്റിനകത്ത് തന്നെയാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ശ്രീവത്സനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ഡിസ്ട്രിക്റ്റ് ഇന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. അതേത് സ്ഥലമാണ്? ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഇപ്പോൾ അറിയിക്കേണ്ട എളുപ്പ വഴിക്കായിട്ട് നമ്മുടെ ടി വിയുടെ താഴെ ഉടനീളം സ്ക്രോളുണ്ട്. ഈ സ്ക്രോൾ ശ്രദ്ധിച്ചാൽ ഇത് അയക്കേണ്ട വിലാസം, ഇതിൻ്റെ Gmail ID, ഇതെങ്ങനെ നിങ്ങൾക്ക് ജീവൻ ടി വിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഈ സ്ക്രോളിലുണ്ട്. അതുകൂടാതെ ഈ പുതുമയുള്ളൊരു എപ്പിസോഡിലേക്ക് ഒരു ജാലകം ജീവൻ ടി വി നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കുകയാണ്. ഈ ജാലകം തുറക്കുമ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയിലെ ജാലകവും തുറക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒപ്പം സെൽഫി എന്ന ഒരു സ്പെഷ്യൽ കോൺടെസ്റ്റ്, ഒരു ഫാമിലി കോൺടെസ്റ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺടെസ്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലോ നിങ്ങളുടെ കൊച്ചുകുട്ടികളുടെയോ അല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയുടെ ഒപ്പമോ അല്ലെങ്കിൽ നിങ്ങൾ മകൻ ദുബായിൽ നിന്ന് വന്ന ഒരു സന്തോഷ മുഹൂർത്തമോ എന്ത് തന്നെ ആയാലും അത് ഒരു മൊബൈലിൽ സെൽഫായിട്ട് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ പേരാണ് സെൽഫി. ഒരു പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കൊച്ചുകുട്ടികൾ വരെ സെൽഫി സ്റ്റിക്കുമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ടേക്ക് എ ഫോട്ടോഗ്രാഫ്, സെൻഡ് ഇറ്റ് ടു us and you might be a wonderful winner. അതിൻ്റെ വിന്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന സെൽഫികൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങളിങ്ങനെ കാണിക്കുന്നതായിരിക്കും. അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ ആ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ഒരു സെൽഫി വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കിലും ഈ വരുന്ന സെൽഫികളിൽ നിന്നും ഒരു തിരഞ്ഞെടുക്കുന്ന ഒരാളെ ഒരു വീക്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. 4 weeks കഴിയുമ്പോൾ ഒരു മാസത്തേക്ക് ഒരു മെഗാ വിന്നറിന്. അത് സെൽഫിന്ന് മാത്രമല്ല, ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നവരിൽ എല്ലാം കൂടി ചേർത്ത് ഒരു ബമ്പർ പ്രൈസ് വിന്നറുണ്ട്. വിന്നറിന് കിട്ടുന്നത് എന്താണ്? ഓഫ് കോഴ്സ് സോമതീരം ആയുർവേദിക് ബീച്ച് റിസോർട്ടിന്റെ ഒരു സ്റ്റേ, മനോഹരമായ ഒരു സ്റ്റേ നിങ്ങൾക്ക് ഒരു ബമ്പർ പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കും. ജീവന്റെ ഒരു പുത്തൻ ജാലകം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. അത് ഒരിക്കലും അടയാത്തൊരു വാതിലാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 8:30 വരെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ പുലർക്കാലത്തിലൂടെ ഞങ്ങൾ എത്തുന്നു. വിഷുക്കൈ നീട്ടുമെന്ന് പറയുമ്പോൾ കണി വയ്ക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നാണ് കണി വയ്ക്കുന്നത്. അതാണ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയും. ഞങ്ങളും അതേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരുപാട് നല്ല ചേരുവകളോടുകൂടി പുലർകാലം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും വലിയ ധന്യമായി അല്ലേ. ഞങ്ങളുടെ ഹൃദയംഗമമായ വിഷു ആശംസകൾ എല്ലാ പ്രേക്ഷകരിലും അവരുടെ വീടുകളിലെത്തുകയാണ് ഇന്ന്. ഇനി മുതൽ പുലർകാലം എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 8:30 വരെ മറക്കാതെ കാണണം. ഡോണ്ട് മിസ് ഇറ്റ്.